പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സത്സംഗവേദിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം വർണ്ണാശ്രമധർമ്മം, അതിലെ ചതുരാശ്രമങ്ങളെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. സനാതനധർമ്മത്തിലെ വിജ്ഞാന ശാഖകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് ശ്രുതികളും സ്മൃതികളും. പൗരാണികമായ വേദകാലത്തെ ഋഷീശ്വരന്മാർ അവരുടെ ഉന്നതമായ ധ്യാനാവസ്ഥകളിൽ അവരുടെ ശ്രോത്രങ്ങളിൽ, അതായത് ചെവികളിൽ മുഴങ്ങിക്കേട്ട പവിത്രമായ പ്രപഞ്ച സത്യങ്ങളാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. ഇവ ഒരു കാലത്തും മാറ്റത്തിന് വിധേയമാകാത്ത ശാശ്വത സത്യങ്ങളാണ്. വേദങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അടങ്ങുന്ന ബൃഹത്തായ വിജ്ഞാന ശാഖയാണ് ശ്രുതികൾ. ശ്രുതി എന്ന വാക്കിനർത്ഥം കേട്ടറിഞ്ഞത് എന്നാണ്. പിന്നീടത് ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കൊടുത്തതും വാമൊഴിയായി തന്നെ ആയിരുന്നു. ഭാഷയും എഴുത്തുമെല്ലാം പിൽക്കാലത്താണ് ഉണ്ടായത്. പ്രാചീന ഭാരതത്തിലെ ഋഷീശ്വരന്മാർക്ക് തങ്ങളുടെ സ്മൃതിയിൽ അഥവാ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ധർമ്മശാസ്ത്രങ്ങൾ, ചട്ടങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ആചാരങ്ങൾ ഇവയെല്ലാം അടങ്ങിയതാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. അവ ശാശ്വത സ്വഭാവമുള്ളവയല്ല. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ ധർമ്മശാസ്ത്രങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തിയ അനേകം സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവയിൽ 20ഓളം സ്മൃതികൾ ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും സമഗ്രവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതുമായ സ്മൃതിയാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും ആവശ്യമായ അനേകം നിയമാവലികളും ധർമ്മങ്ങളും ആചാരങ്ങളും അടങ്ങിയതാണ് മനുസ്മൃതി. ഓർക്കുക, ഇത് ഇന്നത്തെ കാലത്തേക്കുള്ളതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പാലിക്കപ്പെടേണ്ട ധർമ്മങ്ങളാണവ. ഇന്ന് പ്രസക്തമല്ല അവയൊന്നും. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണാനന്തര ക്രിയകൾ വരെ പ്രതിപാദിക്കുന്ന ഷോഡശകർമ്മങ്ങൾ, ജീവിതത്തിലെ 4 പ്രധാന ഘട്ടങ്ങളെ പ്രതിപാദിക്കുന്ന ചതുരാശ്രമങ്ങൾ, ഓരോരുത്തരും ഏർപ്പെടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ തരംതിരിക്കുന്ന വർണ്ണവ്യവസ്ഥ അഥവാ ചാതുർവർണ്ണ്യം, ഇവയെല്ലാം മനുസ്മൃതിയുടെ ഭാഗമാണ്. ഇവയിൽ പലതും ആധുനിക കാലത്ത് പ്രായോഗികമോ പ്രസക്തമോ അല്ലായിരിക്കാം. അവ ഉരുത്തിരിഞ്ഞു വന്ന കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി വേണം അവയെ വിലയിരുത്താൻ. അവ ഇന്നൊരിക്കലും പ്രസക്തമല്ല എന്ന് നമ്മൾ ആലോചിക്കുക. ഇനി എന്താണ് ചതുരാശ്രമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരു മനുഷ്യ ജീവിതത്തിലെ 4 പ്രധാന ഘട്ടങ്ങളെ വിശദീകരിക്കുന്നതാണ് ചതുരാശ്രമ സിദ്ധാന്തം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം അഥവാ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇവയാണ് ആ 4 ആശ്രമങ്ങൾ അഥവാ 4 ഘട്ടങ്ങൾ ജീവിതത്തിലെ. ഒരു കുട്ടിയുടെ ശൈശവകാലം കഴിഞ്ഞാൽ, അതായത് 3 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ വിദ്യാരംഭം എന്ന ചടങ്ങ് നടത്തണം. തുടർന്ന് 10-11 വയസ്സ് വരെയുള്ള ബാല്യകാലം പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ സമയമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായിക്കഴിഞ്ഞാൽ ഷോഡശ ധർമ്മമനുസരിച്ച് ഉപനയനം എന്ന ഒരു ചടങ്ങുണ്ട്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന ചടങ്ങ്, അതാണ് ഉപനയനം. മനുസ്മൃതി അനുസരിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമായിരുന്നു ഈ ഉപനയനം. ഈ ഇടക്കാലത്ത് ജാതി സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ അത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രമായി ചുരുങ്ങി.
ചുരുക്കം ചില വിശ്വകർമ്മ സമുദായങ്ങളും ഇത് പിന്തുടർന്നു. പിൽക്കാലത്ത് അവരിലും പലരും ഇത് അനുഷ്ഠിക്കാതെയായി. ഇന്ന് ബ്രാഹ്മണ സമുദായത്തിൽ തന്നെ ചുരുക്കം ചിലരേ ഇത് നടത്താറുള്ളൂ. അതായത് ഈ ഉപനയനം എന്ന് പറയുന്നത്. എന്താണ് ബ്രഹ്മചര്യം? 4 ആശ്രമങ്ങളിൽ ഒന്നാമത്തേതാണ് ബ്രഹ്മചര്യം. ഉപനയനം നടത്തി യജ്ഞോപവീതം, അതായത് പൂണുനൂല്, യജ്ഞോപവീതം ധരിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ജന്മത്തിലേക്ക് കടക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഉപനയനം കഴിഞ്ഞയാളെ ദ്വിജൻ, അതായത് 2ാമത്തെ ജന്മമെടുത്തവൻ എന്നാണ് വിളിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കമായി അനുയോജ്യനായ ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് ഗുരുദക്ഷിണയും നൽകി അനുഗ്രഹം സ്വീകരിക്കുന്നു. ഗുരു യജ്ഞോപവീതം, അതായത് പൂണുനൂൽ ധരിപ്പിക്കുന്നു. ഇതാണ് ഉപനയനം എന്ന് പറയുന്നത്. ഇനീഷിയേഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം. ഉപനയനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചാൽ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വരെയുള്ള കാലം, ഏതാണ്ട് 20 വയസ്സുവരെ ബ്രഹ്മചര്യ കാലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വരെ അവരെ ബ്രഹ്മചാരികൾ എന്നാണ് വിളിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾ എല്ലാവിധത്തിലും ബ്രഹ്മചാരികളായിരിക്കണം. ബ്രഹ്മം എന്നാൽ ഈശ്വരൻ എന്നർത്ഥം. ബ്രഹ്മശബ്ദത്തിന് വേദം അഥവാ ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. ജ്ഞാനം ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മചാരി എന്നാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ അഥവാ ജ്ഞാനത്തിൽ വിഹരിക്കുന്നവൻ, ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഈ കാലഘട്ടത്തിൽ ഭൗതിക സുഖഭോഗങ്ങൾ വർജ്യമാണ്. പൗരാണിക കാലത്ത് യാതൊരുവിധ ഉച്ചനീചത്വവും പരിഗണിക്കാതെ രാജകുമാരനായാലും സൂതപുത്രനായാലും ഗുരുകുലത്തിൽ ഗുരുവിനോടൊപ്പം ഒരുമിച്ച് താമസിച്ചാണ് ശിഷ്യർ വിദ്യകൾ അഭ്യസിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ അറിവ് നേടുന്നതിനോടൊപ്പം തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഏതെങ്കിലും തൊഴിലുകളിൽ പ്രാവീണ്യം നേടലും ഉൾപ്പെടുമായിരുന്നു. ഗുരു ശുശ്രൂഷ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. സേവന മനസ്ഥിതി വളർത്താൻ അത് സഹായിച്ചിരുന്നു. പഠനം പൂർത്തിയായാൽ സമാവർത്തനം എന്ന ഒരു ചടങ്ങുണ്ട്. ഇന്നത്തെ ബിരുദദാന ചടങ്ങിന് തുല്യമാണത്. അതായത് കോൺവൊക്കേഷൻ, അതിന് തുല്യമാണ് സമാവർത്തനം. അതിന് ശിഷ്യരുടെ രക്ഷിതാക്കളും ഹാജരാകും. ശിഷ്യർ എല്ലാവരുടെയും മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ജീവിത മൂല്യങ്ങൾ കൈവിടാതെ സമൂഹത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്തമ പൗരന്മാരായി ജീവിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയാണത്. ഇന്നും നമ്മുടെ പല സർവകലാശാലകളിലും ഈ ഓത്ത് ടേക്കിംഗ് സെറിമണി ഉണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികൾ മെഡിക്കൽ എത്തിക്സ് പാലിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ഒരു ചടങ്ങ് ഇന്നുമുണ്ട്, ഓത്ത് ടേക്കിംഗ്. അതുതന്നെയാണ് ഈ സമാവർത്തനം എന്ന പൗരാണിക ചടങ്ങ്. പ്രതിജ്ഞയ്ക്ക് ശേഷം ശിഷ്യർ ഗുരുപാദങ്ങൾ വണങ്ങി അനുഗ്രഹം തേടി തങ്ങളുടെ കഴിവിനൊത്ത ഗുരുദക്ഷിണ സമർപ്പിച്ച് രക്ഷിതാക്കളോടൊപ്പം സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങുന്നു. അതോടെ ബ്രഹ്മചര്യം എന്ന ആശ്രമം, ജീവിതത്തിലെ ആ ഒരു ഘട്ടം, വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം പൂർത്തിയാകുന്നു. ഇനി 2ാമത്തേത് ഗൃഹസ്ഥാശ്രമം. അറിവും തൊഴിൽ പരിശീലനവും പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്നും പുറത്തു വരുന്ന വ്യക്തി സ്വന്തമായി ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നു, ജീവനോപാധി കണ്ടെത്തുന്നു. കുടുംബം പോറ്റാൻ പ്രാപ്തി നേടിയാൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു, വിവാഹം കഴിക്കുന്നു. അതോടെ ജീവിതത്തിലെ അതിപ്രധാനവും സുദീർഘവുമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ഗൃഹസ്ഥാശ്രമം അഥവാ ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യമാണ് യഥാർത്ഥ ജീവിതം. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമായ 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവ നേടേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. കുടുംബജീവിതം നയിക്കുക, കുടുംബത്തെ പുലർത്തുക, അടുത്ത തലമുറയെ സൃഷ്ടിക്കുക, അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുക, വേണ്ട വിധത്തിൽ വളർത്തുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുക, ഇവയെല്ലാം ഒരു ഗൃഹസ്ഥൻ്റെ ചുമതലകളാണ്. ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിലെ എന്ന ഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെ ചുമതലകൾ. 3ാമത്തെ ഘട്ടമാണ് വാനപ്രസ്ഥം. ഗൃഹസ്ഥാശ്രമം പൂർത്തിയായി കഴിയുമ്പോഴാണ് വാനപ്രസ്ഥം ആരംഭിക്കുന്നത്. ഒരു ഗൃഹസ്ഥൻ അഥവാ കുടുംബനാഥൻ എന്ന നിലയിലുള്ള ചുമതലകളെല്ലാം പൂർത്തിയാക്കി
സ്വന്തം മാതാപിതാക്കളുടെ മരണാനന്തര കർമ്മങ്ങളുമെല്ലാം പൂർത്തിയാക്കി കുട്ടികളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവർക്കും സന്തതികൾ പിറന്ന് അവർ ഗൃഹസ്ഥാശ്രമികളായി മാറിക്കഴിഞ്ഞാൽ, അതായത് കുട്ടികളും ഗൃഹസ്ഥാശ്രമികളായി മാറിക്കഴിഞ്ഞാൽ വൈകാതെ കുടുംബത്തിൻ്റെ ചുമതലകളും അധികാരങ്ങളും കുടുംബത്തിൻ്റെ ഉടമാവകാശവും എല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറണം. കുടുംബത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ക്രമേണ വിടുതൽ നേടുക. കുടുംബനാഥൻ എന്ന പദവിയിൽ നിന്നും കുടുംബനാഥൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന നിലയിലേക്ക് മാറണം. വാനപ്രസ്ഥം എന്നാൽ വനജീവിതം എന്നാണ് വാച്യാർത്ഥം. പണ്ടുകാലത്തെ മനുഷ്യർ അങ്ങനെ കുടുംബകാര്യങ്ങളെല്ലാം അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് വനവാസത്തിനായി പോകുമായിരുന്നു. വനാന്തരീക്ഷത്തിൽ യാതൊരു അല്ലലുകളുമില്ലാതെ ശാന്തജീവിതം നയിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇക്കാലത്ത് അത് പ്രായോഗികമല്ല. പകരം വനത്തിനുള്ളിൽ എന്നതുപോലെയുള്ള ശാന്തതയിലേക്ക്, കുളിർമയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. കുടുംബ പ്രാരാബ്ധങ്ങളോ ഉദ്യോഗമോ ടെൻഷനോ ഒന്നുമില്ലാതെ ശാന്തമായ മനസ്സോടുകൂടി മക്കളുടെ സംരക്ഷണയിൽ കൊച്ചുമക്കൾക്ക് തണലായി, കൂട്ടായി, വഴികാട്ടിയായി, ധാർമ്മിക സ്രോതസ്സായി സ്വഗ്രഹത്തിൽ കഴിയുക. അതുതന്നെയാണ് വാനപ്രസ്ഥം. ഷഷ്ടിപൂർത്തി ആഘോഷം അതിൻ്റെ ഒരു സൂചനയാണ്. കുറഞ്ഞപക്ഷം സപ്തതിയെങ്കിലും കഴിഞ്ഞാൽ വാനപ്രസ്ഥത്തിലേക്ക് നീങ്ങണം. ക്ലേശങ്ങൾ നിറഞ്ഞ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ് വാനപ്രസ്ഥം. അടുത്തതാണ് 4ാമത്തെ ഘട്ടം, സന്യാസം. ഭൗതികമായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തനായി ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമോ വെറുപ്പോ ഇല്ലാതെ നിസ്സംഗനായി, ഒന്നിനോടും പ്രത്യേക മമതയോ ഒട്ടിച്ചേരലോ അതായത് സംഘം ഇല്ലാതെ സർവസംഗ പരിത്യാഗിയായി ഈശ്വരചിന്തയിൽ മാത്രം മുഴുകി, ഈശ്വരീയ കർമ്മങ്ങളിൽ മാത്രം മുഴുകി ശാന്തവും സ്വസ്ഥവുമായ മനസ്സോടെ കഴിയുന്ന അവസ്ഥയ്ക്കാണ് സന്യാസം എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള സന്യാസിയായി മാറണമെങ്കിൽ സ്വന്തം വീടും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഗുരുസമക്ഷം ചെന്ന് ശിക്ഷ്യപ്പെട്ട് സന്യാസദീക്ഷ സ്വീകരിച്ച് കാഷായം ധരിച്ച് അവനവന് തന്നെ ആത്മപിണ്ഡം സമർപ്പിച്ച് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ആശ്രമവാസിയായി കഴിയണം. ഒരു ശരിയായ സന്യാസം എന്ന് പറയുന്നത് അതാണ്. ഈ അവസ്ഥ വാനപ്രസ്ഥത്തിന് ശേഷം വേണമെന്ന് നിർബന്ധമില്ല. ഏത് ഘട്ടത്തിലും ഈ സന്യാസം സ്വീകരിക്കാം. ബ്രഹ്മചര്യ ഘട്ടത്തിലോ ഗൃഹസ്ഥാശ്രമ ഘട്ടത്തിലോ വാനപ്രസ്ഥ ഘട്ടത്തിലോ സന്യാസം സ്വീകരിക്കാം. ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പൂർണ്ണമായ സന്യാസത്തിലേക്ക് പോകാതെ തന്നെ സന്യാസഭാവത്തിൽ കഴിയാം. വീടിനെയും വീട്ടുകാരെയും ബന്ധുമിത്രാദികളെയും ഒന്നും ഉപേക്ഷിച്ച് പോകേണ്ടതില്ല. ആത്മപിണ്ഡം വയ്ക്കേണ്ടതില്ല. കാഷായം ധരിക്കേണ്ടതില്ല. വാനപ്രസ്ഥഭാവത്തിൽ നിന്നും ക്രമേണ സന്യാസഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. ജീവിതാന്ത്യം വരെ സ്വഗ്രഹത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് സന്യാസ ജീവിതം നയിക്കാം. ഈ 4 ഘട്ടങ്ങളാണ് ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങളിലെ ആശ്രമധർമ്മം, അതായത് ചതുരാശ്രമങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി വർണ്ണവ്യവസ്ഥയെപ്പറ്റിയാണ്, ചാതുർവർണ്ണത്തെപ്പറ്റിയാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.